ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഓർക്കാൻ മറക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമങ്ങൾ വന്നാലും മനസ്സ് തളർന്നാലും കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുളിരുള്ളൊരാശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തും ഓർക്കാൻ മറക്കല്ലേ. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിലയേറിയ സമയങ്ങളെയും സന്ദർഭങ്ങളെയും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സൗഭാഗ്യത്തിനർഹരായിത്തീരുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ ഓരോരുത്തരും പരിശ്രമിക്കണേ എന്ന് എന്നോടും നിങ്ങളോടുമെല്ലാം ആമുഖമായി ഉണർത്തുകയാണ്. നാം തുടർച്ചയായി സംസാരിച്ചു വരുന്ന വിഷയത്തിൽ നിന്ന് വ്യത്യസ്തമായി സാന്ദർഭികമായി ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ എൻ്റെ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹമാണ് ആരോഗ്യം പോലെ തന്നെ
ഒഴിവ് കാലങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുകയാണ്. 2 അനുഗ്രഹങ്ങൾ, ആ 2 അനുഗ്രഹങ്ങൾ പോയി തീരുമ്പോഴാണ് അതിനെപ്പറ്റി ആളുകൾ ബോധമുള്ളവരായി തീരാറുള്ളതെന്നും ആ അനുഗ്രഹങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവയുടെ വിലയും മൂല്യവും ഗ്രഹിക്കാതെ മനസ്സിലാക്കാതെ അവയെ സംബന്ധിച്ച് ഗൗരവപൂർവം ആലോചിക്കാതെ ആ നിഅമത്തുകളെ ദുരുപയോഗപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ആ നിഅമത്തുകളെ ഉപയോഗപ്പെടുത്തുന്നതിൽ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യുന്നവരാണ് ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമുക്കേവർക്കും സുപരിചിതമായ ഒരു ഹദീസാണത്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. 2 അനുഗ്രഹങ്ങൾ, ആ 2 അനുഗ്രഹങ്ങളെ ശരിയായ റൂട്ടിലൂടെ ഉപയോഗപ്പെടുത്തി അല്ലാഹുവിങ്കൽ നിന്ന് വലിയ ഭാഗ്യം നേടുന്നതിൽ മഹാഭൂരിപക്ഷവും ആ കാര്യത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 അനുഗ്രഹങ്ങളാണ്. ഒന്ന് സിഹത്ത് അഥവാ ആരോഗ്യം, മറ്റൊന്ന് ഒഴിവുകാലം. നമ്മെ സംബന്ധിച്ചിടത്തോളം സാന്ദർഭികമായി പ്രവാസികളോട് ഉണർത്തേണ്ടുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് പല ആളുകളും അവരുടെ പ്രവാസ ജീവിതത്തിനിടക്ക് വീണ് കിട്ടുന്ന അവധിക്കാലങ്ങൾക്ക് നാട്ടിലേക്ക് പോകാറുണ്ട്. കുടുംബങ്ങൾ അവരുടെ മക്കളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് തടസ്സമില്ലാത്ത നിലക്ക് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കുന്ന ഘട്ടങ്ങളിൽ നാട്ടിലേക്ക് പോകുന്നവരാണെങ്കിൽ, അതല്ലാത്ത ആളുകൾ അവർക്ക് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മുറയനുസരിച്ച് മാസങ്ങളോളം അവധിയെടുത്തുകൊണ്ട് അവരുടെ പ്രവാസ ജീവിതത്തിൽ നിന്നൊരൽപ്പം മാറി നിന്ന് കുടുംബത്തോടൊപ്പം കഴിയുന്ന ഒഴിവ് കാലങ്ങളായി പരിഗണിക്കപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങളും നമുക്കിടയിൽ ഉണ്ട്. 2 രൂപത്തിലാണെങ്കിലും, ഏത് കാലത്ത് അവധിക്ക് പോകുന്നവരാണെങ്കിലും ഏത് കാലത്ത് അവധി ലഭിക്കുന്നവരാണെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ അവന് ചിന്തിക്കാനുണ്ട്. അതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി അവൻ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആയുസ് എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ച കണക്കാക്കിയ ആ ഒരു ശ്വാസോച്ഛ്വാസം ഒരൽപ്പം പോലും മുൻകടക്കുകയോ പിന്തിപ്പോവുകയോ ചെയ്യുന്നതല്ല എന്ന് കണിശമായി പഠിപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിമീങ്ങളായ നമ്മളെല്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സമയത്തിന് വേണ്ടി മനുഷ്യൻ കെഞ്ചുന്ന രംഗമാണ് മരണത്തിന്റെ സന്ദർഭമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. മരണം അവനെ സമീപിക്കുന്ന സന്ദർഭത്തിൽ ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു, അതേ മരണം അവരുടെ സമീപത്ത് വരുമ്പോൾ ഖുർആൻ പല സ്ഥലത്തും പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരിടത്ത് പറഞ്ഞത് എങ്ങനെയാണ്? ഖാല റബ്ബി ഇർജിഊൻ എന്നാണ്. അല്ലാഹുവേ, നീ എന്നെ ഒന്ന് മടക്കിത്തരുമോ, നീ എന്നെ ഒന്ന് മടക്കിത്തരുമോ? മുനാഫിഖൂനിൽ പറഞ്ഞത് റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരവധി, ഒരല്പനേരത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിച്ചിട്ട് തന്നെങ്കിൽ ഞാൻ ധർമ്മം ചെയ്തുകൊള്ളാം, സൽക്കർമ്മകാരികളുടെ ഗണത്തിൽപ്പെട്ടുകൊണ്ട് എന്റെ സമയത്തെ ഞാൻ ശരിയായ നിലക്ക് വിനിയോഗിച്ചുകൊള്ളാം എന്ന് മനുഷ്യൻ ആ സന്ദർഭത്തിൽ ഒരല്പനേരം കൂടി തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി കേണപേക്ഷിക്കും, കെഞ്ചുമെന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു ശരീരത്തിനും ഒരാത്മാവിനും അല്പം പോലും അള്ളാഹു പിന്തിച്ചിടുന്ന പ്രശ്നമേ ഇല്ല എന്നാണ്. ഇത് വളരെ ഗൗരവത്തോടെ കേട്ടവരും കേൾപ്പിക്കുന്നവരും വായിച്ചവരും വായിപ്പിക്കുന്നവരും പഠിച്ചവരും പഠിപ്പിക്കുന്നവരുമാണ് നാം എല്ലാവരും. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ ആയുഷ്കാലത്തിനിടക്ക് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സെങ്കിൽ. മഹാന്മാരായ ആളുകൾ
ഈ സമയങ്ങളെയും സന്ദർഭങ്ങളെയും വല്ലാത്ത മൂല്യം കൽപ്പിച്ചവരായിരുന്നു. മഹാനായ ഇമാം ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മാ മിൻ യൗമിൻ യൻഷഖു ഫജ്റുഹു ഇല്ലാ വഹുവ യുനാദി ബിലിസാനിൽ ഹാലി യബ്ന ആദം അന ഖൽഖുൻ ജദീദ് വഅലാ അമലിക ഷഹീദ് ഫഗ്തനിംനി ഫഇന്നി ഇദാ മദൈതു ലാ അഊദു ഇലാ യൗമിൽ ഖിയാമah. ഹസൻ ബസരി റഹിമഹുല്ലാ പറയുന്ന വാചകം നമ്മുടെ മനസ്സിൽ ഓരോ ദിവസവും ഇങ്ങനെ കടന്നു വരേണ്ടുന്ന വാചകമാണ്. എന്താണ് മഹാനവറുകൾ പറയുന്നത്? ഏതൊരു ദിവസത്തിന്റെ പ്രഭാതം പുലരുമ്പോഴും, ഏതൊരു ദിവസത്തിന്റെ പ്രഭാതം പൊട്ടി വിടരുമ്പോഴും ആ ദിവസം നമ്മോട് വിളിച്ചു പറയുന്നത് പോലെയാണ് ഓരോ പുതിയ പുതിയ ദിവസങ്ങളും. നമ്മൾ ഉണർന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഫജറിന്റെ നേരത്തതാ അന്നത്തെ ദിവസം നമ്മോട് പറയുന്നത് പോലെയാണ്. എന്താണ് പറയുന്നത്? യബ്ന ആദം, ഓ മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഞാനിതാ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. നിന്റെ ജീവിതത്തിലേക്ക് ഇതാ ഇന്ന് ഞാനൊരു പുതിയ വിരുന്നുകാരനായി വരികയാണ് ഇന്നത്തെ ദിവസം. വഅലാ അമലിക ഷഹീദ്, നിന്റെ അമലുകൾക്ക് ഞാൻ സാക്ഷിയാണ് കേട്ടോ. നിനക്കിതാ സമയം എന്ന് പറയുന്ന, ഇന്നത്തെ ദിവസം എന്ന് പറയുന്ന ഒരു വിരുന്നുകാരൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതെ, ഞാൻ വെറുതെ വന്നു പോകില്ല. ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വെറുതെ വന്നു പോകുന്നവനല്ല. നീ എന്റെ സമയം അഥവാ ഈ ഓരോ സമയങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളായാലും നീ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളാണെങ്കിലും അതിന് ഞാൻ സാക്ഷിയാണ്. അതുകൊണ്ട് ഫഗ്തനിംനി, നീ എന്നെ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. മനുഷ്യനോട് ഓരോ ദിവസവും പറയുന്നത് പോലെയാണ്, ഇന്നത്തെ ദിവസം ഇതാ നിന്റെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നു, എന്നെ നന്നായി ഉപയോഗപ്പെടുത്തിക്കോ. സമയം കളയണ്ട, ഒഴിവ് കിട്ടിയാൽ വെറുതെ നഷ്ടപ്പെടുത്തണ്ട, എന്നെ ശരിക്കും ചൂഷണം ചെയ്ത് ഉപയോഗപ്പെടുത്തിക്കോ. കാരണം എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഫഇന്നി ഇദാ മദൈതു, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, അതേ അന്ത്യനാൾ വരെ പിന്നെ ഞാൻ മടങ്ങി വരുന്ന പ്രശ്നമില്ല. നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സെക്കൻഡും തിരിച്ചു വരുന്ന ഒരു കാലമില്ല. നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു മിനിറ്റും ഒരു മണിക്കൂറും ഒരു ദിവസവും ഒരാഴ്ചയും പിന്നെ നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരുന്ന ഒരു സന്ദർഭമോ ഒരു സാഹചര്യമോ വരാനില്ല. പോയത് തന്നെയാണ്. അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും കഴിയുമ്പോൾ അതേ വമൽ മർഉ ഇല്ലാ റാകിബുൻ ലഹ്റ ഉംരിഹി അലാ സഫരിൻ യുഗ്നീഹി ബിൽ യൗമി വശഹരി യബീതു വയുൽഹി കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ ഖബ്രി. മനുഷ്യ, നിന്റെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും അത് ദിവസങ്ങൾ ആഴ്ചകൾക്കും, ആഴ്ചകൾ മാസങ്ങൾക്കും, മാസങ്ങൾ വർഷങ്ങൾക്കും വഴിമാറിക്കൊടുക്കുമ്പോൾ അതേ നീ പ്രഭാതത്തിലും അതുപോലെ തന്നെ പ്രദോഷത്തിലും രാത്രിയിലും പകലിലുമൊക്കെ നീ ഓരോ ദിവസങ്ങളും മാറി മാറി നിന്റെ ജീവിതത്തിൽ വരുമ്പോഴൊക്കെ അതാ ഈ യാത്രയിൽ നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബഈദൻ അനിദ് ദുനിയാ, ദുന്യാവിനോട് നീ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദുന്യാവിനോട് നീ അകന്നകന്ന് പോവുകയാണ്. എന്നിട്ടോ എങ്ങോട്ടാണ് നീ അടുക്കുന്നത്? ഖരീബൻ ഇലൽ ഖബ്രി, ഖബറിലേക്ക് നീ അടുത്തടുത്ത് പോകുന്നു. അതേ, ദുന്യാവിൽ നിന്ന് നീ അകന്നകന്ന് പോകുന്നു, ഖബറിലേക്ക് നീ അടുത്തടുത്ത് പോകുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മിനിറ്റുകളും അതേ സെക്കൻഡുകളും മണിക്കൂറുകളും എന്ന് പറയുന്ന നമ്മുടെ സമയങ്ങൾ. ആ സമയങ്ങളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വളരെ ശ്രദ്ധിച്ചോളണം, വളരെയേറെ ഗൗരവത്തോടെ ആലോചിച്ചോളണം. ഒഴിവ് കിട്ടുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അതേ ഒഴിവാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച മഹാനായ മനുഷ്യനായിരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും
അല്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല നബിയെ അതേ ഒഴിഞ്ഞിരുന്നോളൂ, വെറുതെ ഇരുന്നോളൂ, വെറുതെ അങ്ങ് വിശ്രമിക്കാൻ സമയം കണ്ടെത്തിക്കോളൂ എന്ന് പറയുന്നില്ല. മറിച്ചതാ പരിശുദ്ധ ഖുർആനിൽ നോക്കൂ, ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഒഴിവ് കിട്ടിയാൽ, നിനക്ക് ഒഴിവ് കിട്ടിയാൽ നീ സുഖിച്ചോ, സുഖജീവിതം നയിച്ചോ എന്നല്ല പറയുന്നത്. ഫഇദാ ഫറഗ്ത, നിനക്ക് ഒഴിവ് കിട്ടിയാൽ, അതേ ഒരു ബാധ്യതയിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞ് സമയം കിട്ടിയാൽ, ഒരു പ്രവൃത്തി തീർന്ന് നിനക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ബാധ്യത ചെയ്ത് കഴിഞ്ഞ് പിന്നെ നിനക്ക് സമയം കിട്ടിക്കഴിഞ്ഞാൽ, ഫൻസബ്, നീ മറ്റൊന്നിലേക്ക് അധ്വാനിച്ചോളണം. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അധ്വാനത്തിലൂടെ തന്നെയാണ് മനുഷ്യൻ നീങ്ങേണ്ടത്. അവിടെയൊക്കെ വഇലാ റബ്ബിക ഫർഗബ്, നിന്റെ റബ്ബിങ്കലേക്കാണ് നീ ആഗ്രഹങ്ങൾ മുഴുവനും സമർപ്പിക്കേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുമ്പോൾ അതേ നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവന്റെ സമയങ്ങൾ വെറുതെ കളയേണ്ടവനല്ല, ഒഴിവുകാലങ്ങൾ വെറുതെ തള്ളിക്കളയേണ്ടവനല്ല, വെറുതെ ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളതുമല്ല ഒഴിവുവേളകൾ. മറിച്ച് തന്റെ റബ്ബിന്റെ കോടതിയിൽ ചോദിക്കപ്പെടുന്നത് തന്നെയാണ് തന്റെ ഓരോ സമയങ്ങളും. ആയുസ്സിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്, ഏതിലാണ് നീ അത് നശിപ്പിച്ച് കളഞ്ഞത്? അപ്പൊ നമ്മുടെ എല്ലാവരുടെയും സമയങ്ങൾ, നമ്മൾ ജോലിയെടുക്കുന്ന സമയത്ത് ഒഴിവ് കിട്ടുന്ന വേളകളാണെങ്കിലും, അല്ല ജോലിയൊക്കെ ലീവ് എടുത്ത് നാട്ടിലോ ഇവിടെയോ വെറുതെ ഇരിക്കുന്ന നേരമാണെങ്കിലും, ഏത് സന്ദർഭത്തിലാണെങ്കിലും ഒഴിവുകാലം വളരെയേറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് ആമുഖമായിട്ട് എന്നോടും നിങ്ങളോടും സൂചിപ്പിക്കുവാനുള്ളത്. ഇനി സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ നാടുകളിലേക്കാണല്ലോ സുദീർഘമായ അവധിയെടുത്തുകൊണ്ട് പോകാറുള്ളത്. ഇത്തരം സന്ദർഭങ്ങളിൽ, ഇത്തരം യാത്രയുടെ ഘട്ടങ്ങളിൽ ഏതൊരു യാത്രയെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രക്കാരൻ ഒരുക്കങ്ങൾ ഉണ്ടാക്കും. ഏതൊരു യാത്രക്കാരനും പോകാൻ ഒരുങ്ങും. ഇപ്പൊ നമ്മുടെയൊക്കെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നാട്ടിലേക്ക് പോകാൻ തീരുമാനമായി കഴിഞ്ഞാൽ ഒരു കൊല്ലം മുമ്പ് തന്നെ പറയാൻ തുടങ്ങും, ഞാൻ അടുത്ത കൊല്ലം ഞാൻ പോവാണ്, അല്ലെങ്കിൽ ഇത്ര ഡേറ്റിന് പോവാണ് എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ മനസ്സിലിങ്ങനെ ഓർത്ത് ഒരുക്കങ്ങള്. പണ്ടൊക്കെ, ഇപ്പോഴുണ്ടോന്നറിയില്ല, പണ്ടൊക്കെ പല ആളുകളുടെയും കട്ടിലിന്റെ അടിയിൽ ഒരു ബോക്സ് ഉണ്ടാവും, ഒരു കാർട്ടൂൺ ഉണ്ടാവും. എന്താ, നാട്ടിൽ പോകാൻ വേണ്ടി അങ്ങാടിയിൽ നിന്ന് കാണുമ്പോൾ ഒരു സാധനമാകുമ്പോൾ വാങ്ങി വെച്ചു, ഒരിക്കൽ വാങ്ങി വെച്ചു, അതവിടെ കൊടുന്നു വെച്ചു. ഇങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ പെട്ടി അങ്ങോട്ട് ഫുള്ളാവും. പിന്നെ വല്ലാത്തൊരു പർച്ചേസിംഗ് ഒന്നും വേണ്ടിയല്ല, ഒരുങ്ങുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നൊരു യാത്രക്ക് നമ്മൾ വല്ലാതെ ഒരുങ്ങാറുണ്ട്. ഒരുങ്ങണം എന്നുള്ള പറഞ്ഞതാണ്. എവിടേക്ക് യാത്ര പോവുകയാണെങ്കിലും ഒരുങ്ങിക്കോളാന്നുള്ള പറയുന്നുണ്ട്. ഹജ്ജിന് പോകുമ്പോ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലൂടെ പറയുന്നു, വതസവ്വദു, ഒരുങ്ങിക്കോളണം, യാത്രാ ഒരുക്കങ്ങൾ നടത്തുക. നിങ്ങൾ യാത്രക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുക. എന്നിട്ടുടനെ അല്ലാഹു പറയുന്നു, ഫഇന്ന ഖൈറസ്സാദ് അത്തഖ്വാ, യാത്രാ ഒരുക്കങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായത്, ഏറ്റവും ഖൈറായ ഒരുക്കം തഖ്വയാണ്. ഇതാണ് ഏത് സന്ദർഭങ്ങളിലും നമ്മുടെയും മനസ്സിൽ വരേണ്ടത്. എവിടേക്ക് യാത്ര പോവുകയാണെങ്കിലും ഒരുക്കം വേണമല്ലോ. ഒരുക്കത്തിൽ ഏറ്റവും ഖൈറായ ഒരുക്കം തഖ്വയാണ്. ഒരുക്കത്തിനിടയിൽ തഖ്വ മറന്നു പോകണ്ട. തഖ്വക്ക് വിരുദ്ധമായ ഒരുക്കം വേണ്ട. തഖ്വക്ക് വിരുദ്ധമായ നിലക്കുള്ള സാധനങ്ങളും വാങ്ങിക്കൂട്ടണ്ട. തഖ്വക്ക് വിരുദ്ധമായ നിലക്കുള്ള ഒരു സംഗതികളും നിന്റെ കാശ് കൊടുത്തോ അല്ലാതെയോ നീ കൊണ്ടുപോകണ്ട. നീ ഉപയോഗിക്കൽ ഹറാമായ വസ്തുക്കളാണെങ്കിൽ അതേ അത് മറ്റൊരാൾക്ക് എന്തിന്റെ പേരിലാണെങ്കിലും കൊടുക്കാനോ ഹദിയയായി നൽകാനോ പ്രീണിപ്പിക്കാനോ അതേ ഓഫീസുകളിൽ നിന്ന് കാര്യം നേടാനോ കൊടുത്തുകൂടാ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? പല ആളുകളും യാത്രാവേളകളിൽ കാണാം പലപ്പോഴും കുപ്പി കൊണ്ടുപോകും. ഈ കുപ്പി കൊണ്ടുപോകണം എന്തിനാ? പലപ്പോഴും പുറത്തുനിന്നും വാങ്ങൂല. ഈ പല സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടാറുള്ള ഒരു വിനീതൻ എന്ന നിലക്ക് പലപ്പോഴും പല ആളുകളെയും ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോ കാര്യമായി ഡ്യൂട്ടി ഫ്രീ എന്ന് പർച്ചേസ് കുപ്പിയാണ്. എന്താ ഈ കുപ്പി കൊണ്ടുപോണ്? ആര്
ഇത് ഏതെങ്കിലും ജോർജിന്റെയോ ജോസഫിന്റെയോ രാമചന്ദ്രന്റെയോ ലീലയുടെയോ കഥയല്ല പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പറയുന്ന മുസ്ലിം കുപ്പി വാങ്ങുന്നു, ആരെയും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കടലാസിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ തിരികിയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു. അതിങ്ങനെ കിടകിടാന്ന് ഇങ്ങനെ കിലുങ്ങും, പ്ലേറ്റിൽ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോ മാപ്പിളയാ പേരൊക്കെ ചോദിച്ചറിഞ്ഞാ അങ്ങനെ പരിചയപ്പെടാൻ ആരംഭിച്ചാൽ നിങ്ങൾക്കും പരിചയപ്പെട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. എവിടുക്കാ, എന്താ നിങ്ങള്, എന്താ ഈ വാങ്ങിയത്, നിങ്ങൾ എന്താ അവിടുന്ന് വാങ്ങിയത്, മദ്യല്ലേ, എന്തിനാ കൊണ്ടുപോകുന്നത്, എന്തിനാ ഇത് കൊണ്ടുപോകുന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഒരു നിവൃത്തിയില്ല. ഇവരെന്താണ് പറയും, അദ്ദേഹത്തോട് ഇങ്ങനെ അടുത്ത് പെരുമാറി കഴിഞ്ഞാൽ ഉള്ളു തുറക്കും. എന്താ, ഞാനേ ഒരു സംഗതി, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നാട്ടില് നടന്ന് തൊലഞ്ഞിരിക്കുന്നു, ഒരുപാട് നടത്തായി ഗവൺമെന്റ് ഓഫീസിലേക്ക് ഞാൻ നടക്കുന്നു, ഈ സാധനം കൊടുത്ത എന്റെ കാര്യം റെഡിയാണ് എന്ന് ബന്ധപ്പെട്ട ഒരാൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് പ്രവാസികളിൽ സാധാരണ നടക്കുന്ന ഒരു സംഗതിയാണ്. ഇവൻ കൊണ്ടുപോകാണ്. എന്താ ഇവൻ കൊണ്ടുപോകുന്നത്? മദ്യം. അവൻ കുടിക്കുന്നില്ല, ന്യായീകരണത് ഞാൻ കുടിക്കൂല, അത് ഹറാമാണ്, എനിക്കത് പാടില്ല. പക്ഷേ ഞാനത് മറ്റൊരാൾക്ക് ഹദിയയല്ല, എന്റെ കാര്യം നേടാനുള്ള ഒരു കൈക്കൂലി, അതല്ലെങ്കിൽ അവനെ പ്രീണിപ്പിക്കാൻ, അല്ലെങ്കിൽ ഓഫീസർ എടുക്കൽ നിന്ന് രക്ഷപ്പെടാൻ, അതല്ലെങ്കിൽ എന്തോ കുറച്ച് കാര്യമായി ഡ്യൂട്ടി അടക്കേണ്ടി വരുമെന്ന് തോന്നുന്ന എന്തോ തന്റെ ലഗേജിലുണ്ട്. കസ്റ്റംസിന്റെ മുമ്പിൽ എത്തുമ്പോ പതുക്കൊന്നിങ്ങനെ തലചൊറിഞ്ഞിങ്ങനെ മാറി നിന്ന് ചില കോഡുകളൊക്കെ ചില യാത്രക്കാർക്കുണ്ട്, ചില കോഡുകളൊക്കെ ചില യാത്രക്കാർക്കുണ്ട്. അത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും മനസ്സിലാകുന്നുണ്ട്. അവരാണ് മാറി നിന്നാൽ ഈ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് ഇവർ ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കൃത്യമായിട്ട് അവർക്ക് പോകാൻ സാധിക്കുന്നു. ഇതെന്ന് നമ്മുടെ സമൂഹത്തിൽ ആളുകൾ ധാരാളമായി ചെയ്യുന്നു, വെറുതെ പറയുന്നതല്ല. മുസ്ലിം ഉമ്മത്തിലെ മെമ്പർമാര് ചെയ്യുന്നു. അയാൾ മനസ്സിലാക്കിയോ താൻ എവിടെ നിന്നാ പോകുന്നത്, എങ്ങനെയാ പോകുന്നത്, എവിടേക്കാ പോകുന്നത്? അർഹമുർ-റാഹിമീനായ നാഥൻ നൽകിയ അനുഗ്രഹത്തിന്റെ പറുദീസയിൽ വന്നുകൊണ്ട് അള്ള നൽകിയ അനുഗ്രഹമായ ആരോഗ്യം ഉപയോഗപ്പെടുത്തി 4 കാശുണ്ടാക്കിയിട്ട് പടച്ച റബ്ബിന്റെ ലഅനത്ത് കിട്ടുന്ന ബാണ്ഡവും പേറിയിട്ട് അവനവന്റെ സ്വദേശത്തേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്നുവെങ്കിൽ അവനേക്കാൾ അഭിശപ്തനായ മനുഷ്യൻ ആരാ ഉള്ളത്? പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ ഖംറ, അല്ലാഹു ഖംറിനെ ശപിച്ചിരിക്കുന്നു, മദ്യത്തെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മദ്യത്തെ ശപിച്ചു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ശാരിബഹാ, അതെ, അത് കുടിക്കുന്നവനെയും അത് കുടിപ്പിക്കുന്നവനെയും. അത് മാത്രമാണോ പറഞ്ഞത്? അതേ, അത് കൊണ്ടുപോകുന്ന കരിയറേയും, ഹാമിലഹാ, അത് വഹിച്ചു കൊണ്ടുപോകുന്നവനെയും. ആരിലേക്കാണോ കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ അവനെയും, അത് വിളമ്പുന്നവനെയും, അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട രൂപത്തിലുള്ള സഹായങ്ങൾ, തെങ്ങിൻകള്ള് ചെത്താൻ തെങ്ങ് കൊടുത്തുകൊണ്ടോ, പനങ്കള്ള് ചെത്താൻ വേണ്ടി പറമ്പിലെ പന കൊടുത്തുകൊണ്ടോ, ഏത് നിലക്കാണ് സഹകരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏത് പ്രവൃത്തി ചെയ്യുന്നവനെയും അതേ ശാപം കിട്ടുന്ന പ്രവർത്തനമാണ്. മൽഊനാണവൻ, ശപിക്കപ്പെടുന്നവനാണവൻ എന്ന് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പക്ഷേ ഈ ഉമ്മത്ത് അത് ശ്രദ്ധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരുണ്ട്. പലരും അതാ എല്ലാവർക്കും അറിയാം, ഇന്ന് പുകവലി പാടില്ലെന്നറിയാത്തവരായിട്ട് ആരാ ഉള്ളത്? അതേ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഗൾഫുകാര് വന്നാൽ എല്ലാവരും അവനെ ചുറ്റും പൊതിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും റോത്ത്മാൻസ് സിഗരറ്റ്, എല്ലാരും ഇങ്ങനെ കൊടുക്കും. പുതിയ വന്നിരിക്കാണ്, പിയാപ്പിള വന്നിട്ടുണ്ട്, അതിങ്ങനെ നല്ല വെള്ള കുപ്പായത്തിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ റോത്ത്മാൻസ് എന്നൊക്കെ കാണുന്ന നിലക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഒരു ലൈറ്ററും കയ്യിലുണ്ടാവും. ആ രൂപത്തിലാണെന്ന് പഴയ ആ ഗൾഫുകാരൻ വരിക. പണ്ടത്തെ ഗൾഫുകാരൻ ഒരു വലിയ ഒരു വട്ട പുള്ളിയുള്ള ഒരു പുള്ളിത്തുണിയും ഒരു വെള്ള ഷർട്ടും അതുപോലെ തന്നെ ഈ റോത്ത്മാൻസ് സിഗരറ്റ് ഇങ്ങനെ കയ്യിലുണ്ടാവും. പിന്നെ സാധാരണ പറയും എന്റെ മൂത്തുമ്മാന്റെ മോനുമുണ്ട് വയ്യില് എന്നാണ് പറഞ്ഞാൽ ഈ എസ്റ്ററിലെ പെട്ടി ഉണ്ടാവും, അത് പിടിച്ചിട്ട് നടക്കാൻ ഒരു അളിയൻകുട്ടി. എന്താ പണ്ടത്തെ ടേപ്പ് റെക്കോർഡ് അങ്ങനെയാണ്, ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്നിപ്പോ സംവിധാനങ്ങളൊക്കെ മാറി. ഇന്ന് നമ്മൾ ബാത്റൂമിൽ ഇടുന്ന ആ മഞ്ഞ ചോപ്പൊക്കെ നിറമുള്ള ചപ്പലാണ് അന്ന് ഗൾഫുകാരൻ നമ്മുടെ നാട്ടിൽ വന്ന കറ 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 എന്നുള്ള നിലക്ക് അവനിങ്ങനെ നടന്നിട്ട് നീങ്ങുമ്പോ കാണുക. എന്നൊക്കെ കാലഘട്ടമൊക്കെ മാറി. പക്ഷെ എന്നാലും ഈ സാധനം കൊണ്ടുപോകുന്നതിന് മാറ്റൊന്നുമില്ല. ഈ സാധനം ആളുകൾ കൊണ്ടുപോകുന്നതിന് മാറ്റൊന്നുമില്ല. ഒരൊറ്റ പ്രവാസിയും കൊണ്ടുപോകരുത്. തനിക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ലാത്ത ഒരു വസ്തുവും ഒരാൾക്കും കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. സിഗരറ്റ് ഇഷ്ടംപോലെ കൊണ്ടുപോയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കണം. എല്ലാവർക്കും അറിയാം ഇത് പാടില്ലാത്തൊരു സംഗതിയാണ്, ഹറാമാന്നൊക്കെയാണ്. പറയണോന്ന് ചില ആൾക്കാരൊക്കെ ചോദിക്കും. അതിമ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്ന് എഴുതപ്പെടാത്ത ഒരു സിഗരറ്റ് പാക്കറ്റും ലോകത്തില്ല.
പരസ്യം അതിൻ്റെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ സർക്കാർ നിയമം വെച്ചിരിക്കുകയാണ്. റോഡ് സൈഡിൽ വലിയ പബ്ലിസിറ്റി പരസ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അടിയിൽ ഈ വാണിംഗ് കൊടുത്തോളണം എന്നാണ്, ഈ മുന്നറിയിപ്പ് കൊടുത്തോളണം. എന്നിട്ടും ചില ചങ്ങാതിമാര് ഇപ്പോഴും അത് വലിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പാടില്ല, അത് പാടില്ല. അവൻ വളരെ ഫാസിഖാണ്, അവൻ ആ വിഷയത്തിൽ ദുർനടപ്പുകാരനാണ് എന്ന ഫത്വയില്ലാത്ത, ആ പ്രവൃത്തി ഹറാമാണ് എന്ന് ഫത്വ നൽകാത്ത പണ്ഡിതന്മാരിന്ന് ലോകത്ത് വിരളമാണ്. അപ്പൊ പറയുമ്പോ ചില ആൾക്കാർ പറയും, വലിയ മൗലവി വലിക്കുന്നുണ്ടല്ലോ, മറ്റേ നേതാവ് വലിക്കുന്നുണ്ടല്ലോ. ആരാണ് ഈ മൗലവിനി നേതാവിനെയൊക്കെ അള്ളാന്റെ റസൂലിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയത്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നല്ലേ മുസ്ലിമേ പറയേണ്ടത്? വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദീനിൽ തെളിവാകോ? ഇല്ല. ചെയ്യുന്നവർക്ക് അതിന്റെ അപരാധവും കുഴപ്പവും എന്നതല്ലാതെ ഇന്നയാള് ചെയ്യുന്നുണ്ടല്ലോ, മറ്റേ ആള് വലിക്കുന്നുണ്ടല്ലോ, അയാൾ കുഴപ്പമില്ല എന്ന് ഫത്വ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റേ ആൾ അത്ര അതിനാണ് കണിശായിട്ട് ഹറാമാനൊന്നും പറയാൻ പോണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്നും ഇസ്ലാമിൽ രേഖയല്ല. ഇസ്ലാം എന്തു പറഞ്ഞോ ആ രേഖാടിസ്ഥാനത്തിലാണ് ഇസ്ലാമികമായ ഓരോ കാര്യങ്ങളും മുസ്ലിം തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് മദ്യം കൊണ്ടുപോകാൻ പാടില്ല, സിഗരറ്റുകൾ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ ചില കൊണ്ടുപോകുന്ന കാര്യമായിട്ട് പർച്ചേസിങ് സ്വകാര്യമായിട്ട് വാങ്ങണ വേറൊരു സാധനമുണ്ട്. അതെന്താ? അതിങ്ങനെ യേശുദാസിന്റെ പാട്ട്, അതല്ലെങ്കിൽ മറ്റേ മാർക്കോസിന്റെ മാപ്പിളപ്പാട്ട്, അതല്ലെങ്കിൽ മറ്റേ ഇന്ന ഓർക്കസ്ട്ര ഗ്രൂപ്പ് പങ്കെടുത്തിട്ടുള്ള പാട്ട്. ഒരു ഇസ്ലാഹി സെന്ററിൽ നിന്ന് ഒരു പ്രഭാഷണത്തിന്റെ CD വാങ്ങാൻ വേണ്ടി വന്നിട്ട് എത്ര ഇതിന് വെച്ചാ 3 റുപ്യ 3 ദിർഹം എന്ന് പറഞ്ഞാൽ, 3 ദിർഹമോ? എന്താ നിങ്ങൾ ആളെ കൊല്ലായിരിക്ക? എന്താ നിങ്ങൾ ഇതുകൊണ്ട് എന്താ നിങ്ങളെ പരിപാടി? അല്ല മനസ്സിലായിട്ട് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു 10 CD 30 റുപ്യ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര. ഒരു CD ഇവൻ 10 റുപ്യ എടുത്തു വാങ്ങും, ഒരൊറ്റ CD. എന്താ? അത് യേശുദാസിന്റെ പാട്ടാണ്, അത് മറ്റേ മാർക്കോസിന്റെ മറ്റേതാണ്, അത് മറ്റേ സിബല്ലയുടെ സംഗീതമാണ്, അത് മറ്റേ റഊഫിന്റെ പാട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകും. അപ്പൊ ഇതിങ്ങനെ സ്വകാര്യമായിട്ട് കൊണ്ടുപോയ എന്താ? ഗൾഫിൽ നിന്ന് പോയി ഇവിടുന്ന് പലപ്പോഴും കഴിയണില്ല. എന്താ? റൂമിൽ ചിലപ്പോ ഇതൊക്കെ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കിയ ആളുകളുടെ ഇടയിൽ ഈമാൻ ഉറക്കാത്തോ നാട്ടിൽ കൊണ്ടുപോയിട്ട് സ്വകാര്യമായിട്ട് ഇത് കേൾക്കുക പാടില്ല. ആ രൂപത്തിലുള്ള സംവിധാനം. നിങ്ങൾ യാത്രക്ക് ഒരുങ്ങിക്കോ. ഒരുക്കങ്ങളിൽ ഏറ്റവും ഖൈറായ ഒരുക്കം തഖ്വയാണ്. തഖ്വക്ക് വിരുദ്ധമായ നിലക്കുള്ളവരെ സാധനങ്ങളും കൊണ്ടുപോകണ്ട. അതേ അള്ളാഹുവിന് വെറുപ്പുള്ളവരെ സംഗതിയും വേണ്ട. അങ്ങനെ ഒരുക്കങ്ങളൊക്കെ വളരെ കൃത്യമായി ആ നിലക്ക് തഖ്വക്ക് അനുകൂലമായ നിലക്ക് തന്നെ ഒരുങ്ങിക്കഴിഞ്ഞാൽ അതേ ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള യാത്രയാണ്. ആ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫ്ലൈറ്റിലേക്ക് കയറിയിരുന്നാൽ, യാത്രാവാഹനത്തിൽ കയറിയിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കിതാ പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? അതേ ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യർക്ക് അല്ലാഹു വാഹനങ്ങളായി നിശ്ചയിച്ചു തന്നിരുന്നത് വല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ വജഅല ലക്കും മിനൽ ഫുൽകി വൽ അൻആമി മാ തർകബൂൻ. അല്ലാഹയാണ് നിങ്ങൾക്ക് കപ്പലുകളെ ഉണ്ടാക്കി തന്നത്. അതുപോലെ തന്നെ കാലികളിൽ നിന്നും നിങ്ങൾക്ക് യാത്രാവാഹനങ്ങൾ നിശ്ചയിച്ചു തന്നു. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഈ ഖുർആൻ ഓതിക്കൊടുക്കുന്ന കാലത്ത് അന്നതാ കടലിലൂടെ യാത്ര ചെയ്യാനുള്ള കപ്പലുകളും കരയിലൂടെ യാത്ര ചെയ്യാനാണെങ്കിൽ മൃഗസവാരി അല്ലാതെ മറ്റൊന്നുമില്ല. അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നു, അതേ നിങ്ങൾക്ക് നാം നിശ്ചയിച്ചു തന്നിട്ടുള്ള യാത്രാവാഹനങ്ങൾ അതിന്റെ പുറത്ത് നിങ്ങൾ ശരിക്കും കയറിയങ്ങിരുന്ന് അതെ അതിന്മേൽ ശരിക്കും കയറിയങ്ങുറപ്പിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്ന ഈ നിഅമത്തിനെ നിങ്ങൾ ഓർക്കണം. വാഹനത്തിൽ ഏത് വാഹനത്തിൽ കയറിയിരുന്നാലും, അത് കാറാണെങ്കിലും ബസ്സാണെങ്കിലും അതേ സൈക്കിളാണെങ്കിലും മോട്ടോർ ബൈക്കാണെങ്കിലും കപ്പലാണെങ്കിലും ഫ്ലൈറ്റ് ആണെങ്കിലും അതേ ഏത് വാഹനത്തിൽ ഏറിയിരുന്നാലും ഉടനെ അല്ലാഹനെ ഓർത്തോളണം. അല്ല ചെയ്തു തന്ന നിഅമത്താണിത്, അല്ല ചെയ്തു തന്ന അനുഗ്രഹമാണിത്. സുമ്മത്തദ്കുറൂ നിഅമത റബ്ബിക്കും ഇദസ്തവൈതും അലൈഹി വതഖൂലൂ, നിങ്ങൾ പറയേണ്ടതിനും വേണ്ടിയാണ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ.
അതെ, ഇതിനെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹുവിന് സർവസ്തുതിയും. അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഞങ്ങൾ ഇതിന് കഴിവുള്ളവരായിരുന്നില്ല. ഞങ്ങൾ ഈ വാഹനത്തെ മെരിക്കാനോ നിർമ്മിക്കാനോ കഴിവുള്ളവരായിരുന്നില്ല. അള്ളയാണ് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്നത്. അവനെത്ര പരിശുദ്ധനാണ്. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് തന്നെ തിരിച്ചു ചെല്ലേണ്ടവര് തന്നെയാണ്. കണ്ടോ, വാഹനപ്പുറത്തേറുമ്പോൾ എന്താണ് അള്ളാഹ് പറയിപ്പിക്കുന്നത്? അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവെന്താണ്? അവിടുത്തെ വാഹനപ്പുറത്തേറി ഇരുന്ന് കഴിഞ്ഞാൽ കബ്ബറ സലാസൻ, 3 തവണ തക്ബീർ ചൊല്ലും. അതേ, ബിസ്മില്ലാ എന്ന് പറയുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും അൽഹംദുലില്ലാ പറയുകയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുകയും സുമ്മ ഖാല സുബ്ഹാനല്ലദീ സഖറ ലനാ ഈ ദുആ പറയുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതേ, യാത്രക്കാരന്റെ മനസ്സിലതാ അല്ലാഹ് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതി, അല്ലാഹുവാണ് ഇതിനേക്ക് കീഴ്പ്പെടുത്തി തന്നത് എന്ന ബോധം വേണം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും വാഹനത്തിൽ വെച്ച് ഞാൻ ചെയ്യൂലെന്ന പ്രതിജ്ഞയാണത്. ഇതെനിക്ക് കീഴ്പ്പെടുത്തി എനിക്ക് സൗകര്യപ്പെടുത്തി തന്നവൻ അള്ളയാണ്. അവൻ മഹാപരിശുദ്ധൻ തന്നെ. അവൻ മഹാമഹത്വമുള്ളവനാണ്. അവനാണ് എനിക്ക് ഈ സൗകര്യം ഏർപ്പെടുത്തി തന്നവൻ. ഇനി ഞാൻ അവങ്കലേക്ക് മടങ്ങേണ്ടവനാണ്. ഇത് പറയാത്തൊരു വാഹനയാത്ര നമുക്കുണ്ടാകാൻ പാടില്ല. എന്താണ് ആ പറയിപ്പിക്കുന്നത്? അവങ്കലേക്ക് ഞങ്ങൾ മടങ്ങിപ്പോകേണ്ടവര് തന്നെ എന്ന് പറഞ്ഞത് എന്തിനാ? 2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, ഈ യാത്രയിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ നിഅമത്തുകൾക്കും ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ ചെന്നാൽ കണക്ക് പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതാ ഈ യാത്ര ഞാൻ മുഴുമിച്ചു കൊള്ളണം എന്നില്ല. ഈ യാത്ര ഒരുപക്ഷെ മരണത്തിലേക്കായിരിക്കും ലാൻഡ് ചെയ്യപ്പെടുന്നത്. നമ്മൾ വായിച്ചവരാണ്, കേട്ടവരാണ്. അതെ, ഒരു പൈലറ്റിന്റെ ഒരല്പനേരത്തെ അശ്രദ്ധ കാരണത്താൽ, ഒരല്പനേരം അയാളൊന്ന് മയങ്ങി ഉറങ്ങിപ്പോയത് കാരണത്താൽ, അതേ, 160-ലേറെ ജീവനുകളാണ് മംഗലാപുരത്തെ എയർപോർട്ടിൽ പൊലിഞ്ഞുപോയത്. നമ്മളെല്ലാവരും നമ്മെക്കുറിച്ചല്ലേ ആലോചിക്കേണ്ടത്? എത്ര ആഹ്ലാദത്തോടെ അവരതാ ലോഞ്ചിലിരുന്ന് കളിച്ച് ചിരിച്ചവരാണ്. അതേ, ദുബായിലെ ലോഞ്ചിലിരുന്ന് കളിച്ച് ചിരിച്ചിതാ കുടുംബത്തെ കാണാൻ പോകുന്നു. നാളെ കാണാൻ കഴിയുമല്ലോ. അതേ, തമാശകൾ പറഞ്ഞുകൊണ്ടും കളികളും ചിരികളും നേരം പോക്കുകളും ഒക്കെ പറഞ്ഞിട്ട് ബോർഡിംഗ് പാസും കീശയിൽ വെച്ചിട്ട്, അതേ, ഫ്ലൈറ്റ് അതാ എപ്പോഴാണ് തങ്ങളെ വിളിക്കുക എന്ന വിളിയും കാത്ത്, അതേ, സീറ്റിൽ വളരെ ക്ഷമയില്ലാതെ എന്തേ വിളി വരാത്തതെന്ന് ആലോചിച്ച് നാളെ എന്റെ കുടുംബത്തിലെത്തുമല്ലോ എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നവർ എവിടേക്കാണ് ലാൻഡ് ചെയ്തത്? എവിടേക്കാണ് ലാൻഡ് ചെയ്തത്? മരണത്തിലേക്കാണ് ലാൻഡ് ചെയ്തത്. അതേ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യാത്രയുടെ ഘട്ടത്തിൽ അവൻ തുടക്കത്തിലേ ഇത് പറയുന്നുണ്ട്, വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിപ്പോകേണ്ടവര് തന്നെയാണ്. അതൊരു പക്ഷേ ഈ യാത്ര തന്നെ അവസാന യാത്രയായേക്കാം. അതേ, ആ കുടുംബത്തിലെ മരണപ്പെട്ട ആളുകൾ, ആ ഫ്ലൈറ്റിൽ മരണപ്പെട്ട ആളുകൾ ആരാണെന്ന് പോലും തിരിച്ചറിയപ്പെടാത്ത എത്രയോ മൃതദേഹങ്ങൾ ഉണ്ടായില്ലേ? അതേ, മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് പോലും തിരിയാൻ സാധിക്കാതെ ഒരു വലിയ കുഴി വെട്ടിയിട്ട് എത്രയോ ജനാസകൾ അത് മുസ്ലിമിന്റെതാണോ അല്ലേ എന്ന് പോലും തിരിച്ചറിയപ്പെടാതെ ഒന്നിച്ചൊരൊറ്റ ഖബറിൽ തന്നെ മൂടേണ്ടി വന്നില്ലേ? ഇതാണ് മനുഷ്യ നമ്മുടെ സ്ഥിതി. അതേ, ഏത് യാത്രയിൽ, കാറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും, അതേ, ഈ സ്റ്റാർട്ട് ചെയ്യപ്പെട്ട വാഹനം ലക്ഷ്യത്തിലെത്തിയിട്ട് എനിക്കിറങ്ങിപ്പോകാൻ എന്റെ റബ്ബ് തൗഫീക്ക് നൽകുമോ ഇല്ലേ? അതെനിക്കറിയില്ലല്ലോ. ഒരു പക്ഷേ ഇതെന്റെ അവസാന യാത്രയായേക്കാം. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നിശ്ചയമായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവർ തന്നെയാണ്. ഇതാണ് ആ ദുആയിലൂടെ പറയിപ്പിക്കുന്നത്. ആ ദുആ നമ്മൾ തുടക്കത്തിൽ ആയത്തിൽ പറഞ്ഞതുപോലെയുള്ള ആ ദുആ അങ്ങ് പറഞ്ഞിട്ട് പിന്നെ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ ഹാദസ് സഫരി അൽ ബിർറ വത്തഖ്വാ. അല്ലാഹുവേ, അതേ, അല്ലാഹുവേ, ഞങ്ങളുടെ യാത്രയിൽ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അൽ ബിർറ വത്തഖ്വാ, പുണ്യകരമായതും
അതേ തെറ്റുകൾ വരാതെ സൂക്ഷ്മതയുള്ള ബോധവും നീ എനിക്ക് തരണേ. ആദ്യമായിട്ടതാ പറയുന്നത്. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അൽ ബിർറ വത്തഖ്വ, അൽ ബിർറ വത്തഖ്വ, പുണ്യം അതുപോലെ തന്നെ പുണ്യകരമായ കാര്യങ്ങൾ ഈ യാത്ര മുഖേന എനിക്ക് ചെയ്യാൻ കഴിയണം. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് യാത്ര മുഖേന സാധിക്കണം. വത്തഖ്വ, ദോഷങ്ങൾ വരാതെ എനിക്ക് എന്നെ രക്ഷിക്കാൻ സാധിക്കണം. ബിർറും തഖ്വയും ഒരുമിച്ച് വന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അർത്ഥം വെച്ചത്. ഒന്ന് സൽക്കർമ്മം ചെയ്യാനുള്ള തൗഫീഖിനുള്ള ദുആയാണെങ്കിൽ മറ്റേത് ദോഷങ്ങൾ വരാതെ കാത്തോളാനുള്ള ദുആയാണ്. അതാണ് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വാ വമിനൽ അമലി മാ തർദാ. അല്ലാഹുവേ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും നീ പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കണം. എന്റെ ഏത് പ്രവൃത്തികളും നീ പൊരുത്തപ്പെടുന്ന പ്രവൃത്തിയാകണം. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് നമ്മുടെ ഏത് യാത്രയിലും പറയേണ്ടതല്ലേ? പക്ഷെ ഇത് പറയാറുണ്ടോ? ഇത് ചിന്തിക്കാറുണ്ടോ? ആരാണത് ചിന്തിക്കാറുള്ളത്? ആരാണത് പഠിച്ചത്? എത്ര യാത്രകൾ നമ്മൾ പോയി, എത്ര യാത്രകൾ കഴിഞ്ഞ് മടങ്ങി വന്നു. എത്ര ആളുകൾക്ക് ഈ ദുആ അറിയാം? എത്ര ആളുകൾ അതിന്റെ ആശയ മാധുര്യം അനുഭവിച്ചു? എത്ര ആളുകൾ അത് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞു? പലപ്പോഴും ആളുകൾക്ക് തീർത്താലും തീരാത്ത യാത്ര പറയലുകളാ. എവിടെ ദുആ ചെയ്യാൻ നേരം ഫ്ലൈറ്റ് സ്വിച്ച് ഓഫ് ആക്ക് എന്ന് പറഞ്ഞ് എത്ര വന്നാലും ഇതേ ഞാപ്പ പൊന്താൻ പോണ്, ഞാപ്പ പൊങ്ങാനായി, ഇതേ ഇപ്പൊ എന്തായി, അങ്ങോട്ട് നിറയുന്നില്ലാതെ ഒരു പടച്ചറബിനോടൊരു മാനസികമായിട്ടൊരു പ്രാർത്ഥന പറയുന്ന യാത്രക്കാരെ കണ്ടുകിട്ടാൻ വിഷമമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ അപ്പുറമൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ, യാത്രക്കാരൊന്ന് നോക്കൂ. നിങ്ങൾ യാത്ര ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ നോക്കൂ, എത്ര പേര് ആ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പടച്ചറബ്ബ് പറഞ്ഞ സുമ്മത്തദ്കുറൂ നിഅമത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്ന മഹാ അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കാൻ എന്ന് പറഞ്ഞ ആ നിഅമത്ത് ഓർക്കുന്ന എത്ര പേരുണ്ട്? ഇല്ല. അതുകൊണ്ട് അതേ നാട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ യാത്രാവാഹനത്തിൽ കയറിയിരുന്ന് കഴിഞ്ഞാൽ പടച്ച റബ്ബിനെ ഓർക്കണേ, അള്ളാഹുവിനെ ഓർക്കണേ. ഓർത്തുകൊണ്ട് വളരെയേറെ മനസ്സറിഞ്ഞുകൊണ്ട് പറയേണ്ടതാണ്. അള്ളാഹുവേ, നീ പൊരുത്തപ്പെടുന്ന പ്രവർത്തനം മാത്രം ചെയ്യാൻ തൗഫീഖ് ചെയ്യണം. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, അല്ലാഹുവേ, ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണേ. വതുവി അന്നാ ബുഅദഹു, അതിന്റെ ദൈർഘ്യം നീ ചുരുക്കിത്തരണേ, ദൂരം ചുരുക്കിത്തരണേ, യാത്രാ ദൈർഘ്യം ചുരുക്കിത്തരണേ. അതെങ്ങനെയാ പണി? ഇവിടെ നിന്ന് ദുബായിൽ നിന്നോ അല്ലെങ്കിൽ ഷാർജയിൽ നിന്നോ കേരളത്തിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി, അതല്ലെങ്കിൽ കാറിലോ ഏതിലെങ്കിലും നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്താ ഇത് പറഞ്ഞത് കൊണ്ട് കാര്യം എന്നൊരു പക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കിലോമീറ്റർ ചുരുങ്ങി കിട്ടുമോ? ഇത് പറഞ്ഞതുകൊണ്ട് ഇത്ര 1000 കിലോമീറ്റർ ഉള്ളത് ഒരു 500 കിട്ടുമോ? ഇല്ല. പിന്നെ എന്താ ഈ പറയുന്നത്? എന്താണ് ഈ യാത്രയുടെ ദൂരം ചുരുക്കിത്തരണേ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു യാത്ര വളരെ ദൈർഘ്യമേറിയതാണെന്ന് നമുക്ക് തോന്നൽ എപ്പോഴാ? ഒരു യാത്ര വല്ലാതെ ബോറടിക്കുന്നത് എപ്പോഴാണ്? അതേ, ഒന്ന് നേരം പോയി കിട്ടിയെങ്കിൽ എന്ന് തോന്നൽ എപ്പോഴാണ്? അതേ, യാത്ര വളരെ ദുർഘടമായി തീരുമ്പോൾ, വിചാരിക്കാത്ത പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്ന് കൂടുമ്പോൾ ആ യാത്ര വല്ലാത്തൊരു വിരസതയായി തോന്നുന്നു. അതേ അവസരത്തിൽ ഒരു പ്രയാസവുമില്ലാതെ പെട്ടെന്നെത്തി എന്ന് നമുക്ക് തോന്നാറുണ്ട്. കിലോമീറ്ററൊക്കെ 2 ഘട്ടത്തിലും ഒരുപോലെയാണ് നമ്മൾ താണ്ടിയതെങ്കിലും ചില യാത്ര പെട്ടെന്നെത്തിയതുപോലെ, ചില യാത്ര വല്ലാതെ ഡിലേ ആയതുപോലെ. എന്താണ് മാറ്റം? നമ്മുടെ മാനസിക മാറ്റമാണ്. മനസ്സിന് സന്തോഷം വേണം അല്ലാ, മനസ്സിന് സമാധാനം തരണേ അല്ലാ, എങ്കിൽ ആ യാത്ര വളരെ എളുപ്പമായിരിക്കും. അതല്ലെങ്കിൽ വല്ലാത്ത പ്രയാസം തന്നെ. അതുകൊണ്ട് അത്തരം പ്രയാസങ്ങളൊന്നും ഇടക്കില്ലാതെ പടച്ചവനെ ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ ഞങ്ങളുടെ യാത്ര എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ, അല്ലാഹുവേ, യാത്രയിൽ നീയാണ് കൂട്ടുകാരൻ. അല്ലാഹുവോട് പറയാണ്, പടച്ചവനെ എന്റെ യാത്രയിൽ എന്റെ കൂട്ടുകാരൻ നീയാണ്. ഇതൊരു വല്ലാത്ത വാക്കാണ്. ഒരു യാത്രക്കാരൻ, അവനെ പരിചയമുള്ളവരാരുമില്ല അപ്പുറം. എത്രയോ ആളുകൾ ഫ്ലൈറ്റിൽ നിന്നതാ യാത്ര പോകുമ്പോൾ മുസ്ലിം പേരുള്ളവൻ കുടിക്കുകയാണ്, മുസ്ലിം പേരുള്ളവൻ മദ്യം രുചിക്കുകയാണ്, ബീർ കഴിക്കുകയാണ്, അതേ വിസ്കി കഴിക്കുകയാണ്. പരിചയമുള്ളവർ അപ്പുറവും ഇപ്പുറവും ഇല്ലായിരിക്കാം. ആദ്യമായി കിട്ടുന്നൊരവസരമായിരിക്കാം.
ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുമായിരിക്കാം. പക്ഷേ ആ മനുഷ്യനെ കൊണ്ടല്ല പറയിപ്പിച്ചില്ലേ, അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ, എന്റെ യാത്രയിൽ എനിക്കൊപ്പമുള്ള കൂട്ടുകാരൻ നീയാണ് റബ്ബേ. അല്ല കൂടെയുണ്ട്, അല്ലയാണ് കൂടെയുള്ള യാത്രക്കാരൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് യാത്രയിൽ വല്ലതും ചെയ്യാൻ കഴിയുമോ? യാത്രയിലെ വിരസത മാറാനെന്ന് പറഞ്ഞുകൊണ്ടാണ് മദ്യം കുടിക്കുന്നത്. അതേ യാത്രയിലെ വിരസത മാറാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ ഓടുന്ന ഫിലിമുകളിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്നത്. അതേ, അതാസ്വദിച്ചുകൊണ്ടതാ അവൻ പ്രത്യേകമായി അവന്റെ ചെവിയിലേക്ക് പ്രത്യേകമായി അത് കേൾപ്പിക്കാനും അതേ മ്യൂസിക്കുകൾ ആസ്വദിച്ചുകൊണ്ടുമൊക്കെ നേരം പോക്കുകയാണ്. എന്താ കാരണം? ബോറടിക്കാതെ ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ കഴിയാനാണ്. ഇതല്ല പൊരുത്തപ്പെടുന്നുണ്ടോ? ഇതല്ല ഇഷ്ടപ്പെടുന്ന സംഗതിയാണോ? തുടക്കത്തിലെ മുസ്ലിമിനെ കൊണ്ട് അല്ല ഇതൊക്കെ പറയിപ്പിക്കുന്നത് ചെയ്യാതിരിക്കാനാണ്. അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ എന്ന് തുടക്കത്തിൽ പറഞ്ഞാൽ എന്റെ റബ്ബ് എന്നെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു എന്ന് വന്നാൽ അവന് പൊരുത്തമില്ലാത്തത് എന്റെ യാത്രയിൽ പിന്നെ വാഹനത്തിൽ വെച്ച് എവിടെ വെച്ചാണെങ്കിലും ഒരാളും കാണുന്നില്ലെങ്കിലും ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിന്റെ റബ്ബ് പതിയിരുന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ തന്നെയാണ്. അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ നിനക്ക് സാധ്യമല്ലല്ലോ. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അതേ, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. ഏത് സന്ദർഭത്തിലും ഒറ്റക്കൊരു ഭാഗത്തിരിക്കുകയാണെങ്കിലും ആൾക്കൂട്ടത്തിൽ ഒറ്റക്ക്, പരിചയക്കാരൊന്നുമില്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് എന്നാ പറയാം. ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊരു പ്രയോഗം ഉണ്ടല്ലോ, അതെന്താ? കുറെ ആൾക്കാരുണ്ട്, പക്ഷെ നമുക്ക് നല്ല ഒറ്റപ്പെടലിന്റെ ഒരു സുഖം തോന്നും. അതെങ്ങനെയാ? ആരും പരിചയമുള്ളവരില്ലാത്തപ്പോൾ. അങ്ങനെയാണെങ്കിലും ഇനി ആരുമില്ലാത്ത റൂമിൽ തനിച്ചാണെങ്കിലും ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു, നീ ഒരു സ്ഥലത്ത് ഒറ്റക്കൊഴിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെയും നീ ഒരിക്കലും പറഞ്ഞു പോകരുത് ഞാനിപ്പോൾ ഒറ്റക്കിരിക്കുകയാണെന്ന് പറയരുത്. വലാകിൻ, പക്ഷേ നീ നിന്റെ മനസ്സിനെ പഠിപ്പിച്ചോളണം. അലയ്യ റഖീബു, എന്റെ എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് എന്റെ നാഥൻ എന്റെ കൂടെയുണ്ട്. ഈ ബോധം നമുക്കുണ്ടാകണം, ഇത് നമുക്കുണ്ടാകണം എന്നാണ്. അപ്പോ യാത്രാ സന്ദർഭത്തിൽ പറയുന്ന പ്രാർത്ഥനകൾ പോലും ഇങ്ങനെയൊക്കെ ആശയത്തിനുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, യാത്രയിൽ നീയാണ് എന്റെ കൂട്ടുകാരൻ. വൽ ഖലീഫതു ഫിൽ അഹ്ലി, അതേ, എന്റെ കുടുംബത്തെയോ എന്റെ ബന്ധുക്കളെയോ ഞാൻ എന്റെ പിന്നിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ ആ കുടുംബത്തിലതാ അവരുടെ കാര്യം നോക്കാനുള്ള ഖലീഫ നീയാണ് റബ്ബേ. അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. എത്ര അർത്ഥവത്തായ പ്രാർത്ഥനയാ! ഒന്ന് മനസ്സിനോട് ചോദിക്കൂ, ഇതെനിക്കറിയോന്ന്, ഇതെനിക്കറിയുമോ ഈ പ്രാർത്ഥന? ഇത് ഞാൻ പറയാറുണ്ടോ? സ്വന്തം മനസ്സിനോട് ചോദിച്ച് വേണ്ട പരിഹാരം കാണണം. ഇനിയും അല്ലാഹുവിനോട് ചോദിക്കുന്നതെന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസായി സഫർ, അല്ലാഹുവേ, യാത്രയുടെ ദുർഘടതകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. വകആബത്തിൽ മൻളരി, അതേ, മനസ്സിന് വിഷമം തോന്നുന്ന നിലക്കുള്ള കാഴ്ചകൾ, ദുഃഖകരമായ കാഴ്ചകൾ എന്റെ യാത്രയിൽ ഞാൻ കാണല്ലേ. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വല്ലഹിൽ, അതേ, ഞാൻ മടങ്ങിച്ചെന്നാൽ, ഞാൻ മടങ്ങി വന്നാൽ എന്റെ സമ്പത്തിലോ എന്റെ ബന്ധുക്കളിലോ എന്റെ കുടുംബങ്ങളിലോ അതേ അരുതാത്ത ഒന്നും കാണാനോ അരുതാത്ത ഒന്നും കേൾക്കാനോ അവസരമുണ്ടാകരുത് റബ്ബേ. നിന്റെ കാവലുണ്ടാകണേ. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യാത്രയിലുടനീളം അത് വേണമെന്ന. വാഹനം, നമ്മളെ കാറോ ബസ്സോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കയറ്റം കയറുകയാണെങ്കിൽ, ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുന്നതായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് പറയണമെന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അതെ, വാഹനം ഉയരത്തേക്ക് കയറുമ്പോ കബ്ബറ, തക്ബീർ ചൊല്ലണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഉയരങ്ങളിലേക്ക് പോകുമ്പോ മനുഷ്യർ എന്ത് തോന്നും? കിബിർ തോന്നും. ഞാനിപ്പോ എവിടെയാ? ഉന്നതങ്ങളിലേക്ക് പോകുമ്പോ, അത് യാത്രയിലല്ലെങ്കിലും മനുഷ്യന് കുറച്ച് സാമ്പത്തികമായും മറ്റൊക്കെ ഇങ്ങനെ പുരോഗതി വരുമ്പോഴാണല്ലോ ഈ കിബിർ വരിക. അതേപോലെ തന്നെ ഇങ്ങനെ വളരെ ഉയരത്ത്, ഞാനിപ്പോ എത്ര മേലെത്തി, അല്ലേ സാധാരണ മനുഷ്യന്മാർ പറയാറുള്ളത്. എവറസ്റ്റ് കീഴടക്കി, ഉന്നതങ്ങളിലെത്തി. അതെ, യാത്രാവാഹനം കയറ്റങ്ങനെ കയറി ഉന്നതിയിലെത്തി, ഉയരങ്ങളിലേക്ക് പോകുന്നു എന്ന് തോന്നുമ്പോൾ
കിബർ വേണ്ട, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, തക്ബീർ ചൊല്ലുക. അതെ, അതിങ്ങനെ താഴുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ സുബ്ഹാനല്ലാഹ് സബ്ബഹ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിരുന്നതാണ്. ഉയരത്തേക്ക് പോകുമ്പോ തക്ബീർ, അതെ താഴുമ്പോൾ സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ആരാ ശ്രദ്ധിക്കുന്നത്? ആരാണ് ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്? അത് കാറാണ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അപ്പൊ പാട്ട് ഓൺ ചെയ്തില്ലേ? പിന്നെ ഈ പറയുന്ന സാധനം ഒരു സ്റ്റിക്കർ ആയിട്ട് ഇങ്ങനെ ആടുന്നുണ്ടാവും, ഒരു ടാഗ് ആയിട്ട് ഇങ്ങനെ ആടുന്നുണ്ടാവും. അത് ടാഗ് ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് ആട്ടാനുള്ളതാ. ഏത്? ഈ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്തിനുള്ളതാ? കാറിൽ ബഹുവർണ്ണ കളർ പേപ്പർ കൊണ്ട് ടാഗ് ഉണ്ടാക്കി തൂക്കിയിട്ടിട്ട് തന്റെ യാത്രാവാഹനത്തിന്റെ സ്പീഡ് അനുസരിച്ച് ഇങ്ങനെ ആടുന്നത് കാണാൻ, അല്ലെങ്കിൽ ആട്ടുന്നത് കാണാൻ. ഇതല്ലാതെ എന്തിനാ സഹോദര? ആരാ ഇത് പറയുന്നത്? എങ്കിൽ അത് പറയണം. ചില ഫ്ലൈറ്റ് എന്നത് ഇങ്ങനെ പറയുമ്പോ ഇവനുണ്ട് അത് കേൾക്കാൻ നേരം. അത് സയ്യിദി വസാദാത്തി തന്നെ തുടങ്ങി ഈ കാര്യങ്ങൾ പറയുമ്പോ അതിന്റെ കൂടെ ഒന്ന് പറയാനെങ്കിലും മനുഷ്യന് തയ്യാറില്ല. ഇവർ മനസ്സിലായിട്ടില്ല എന്താ ഈ പറയുന്നതെന്ന്. അതല്ലെങ്കിൽ അതുമായി അവന് ബന്ധമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, യാത്രയുടെ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം, അതെ ഇതൊരു പക്ഷേ എന്റെ അവസാനത്തെ യാത്രയാണ്. ഒരു പ്രവാസി തന്റെ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ വിചാരിക്കുന്നു നാട്ടിലേക്ക് മടങ്ങുകയാണെന്ന്. അതൊരു പക്ഷേ അദ്ദുന്യാ കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ദുനിയാവിൽ തന്നെയും നമ്മളൊക്കെ പ്രവാസികളാണ്. UAE-യിൽ മാത്രമല്ല നമ്മൾ പ്രവാസികൾ, നമ്മൾ ഈ ഭൂമിയിൽ തന്നെയും പ്രവാസ ലോകത്താണ്. നീ പ്രവാസിയെ പോലെ ജീവിച്ചോ, അതല്ലെങ്കിൽ നീ ഒരു എയർപോർട്ടിലൂടെ, അതല്ലെങ്കിൽ ഒരു സ്ഥലത്തുകൂടെ നീ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു യാത്രക്കാരനെ പോലെ നിന്റെ ഉദ്ദേശം മറ്റൊരു സ്ഥലത്തേക്ക് എത്തലല്ലേ, അതുപോലെ നീ യാത്ര പോകേണ്ടവനാണ്. അതെ, ഇവിടെ നിന്ന് പോകുമ്പോഴും ചിന്തിക്കണം, ഒരുപക്ഷെ ഇങ്ങോട്ടെന്നല്ല ദുനിയാവിലേക്ക് തന്നെയും മടക്കമില്ലാത്ത യാത്രയായേക്കാം ഇത്. ആ ബോധം എപ്പോഴും വേണമെന്ന, ആ ബോധം എത്ര യാത്ര ചെയ്യുന്ന യാത്രക്കാരാണെങ്കിലും ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ അതുണ്ടാകണം. ആ ബോധം നമുക്ക് എല്ലാ സന്ദർഭത്തിലും വേണം. അതുപോലെ തന്നെ പറയട്ടെ, അതേ പലപ്പോഴും ആളുകൾ എന്തു ചെയ്യും? പലപ്പോഴും ജീവിതത്തിൽ തഖ്വയൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ അതേ യാത്രക്കാരാകുന്ന സന്ദർഭത്തിൽ അതാ പലപ്പോഴും തഖ്വ കളഞ്ഞു കുളിക്കുന്നു, വേഷവിധാനത്തിൽ മാറ്റം വരുന്നു. അതെ, ഇവിടെയൊക്കെ താടി വെച്ച ചെറുപ്പക്കാര് നാട്ടിലേക്ക് അവധിക്ക് പോകുമ്പോൾ അതേ ഭാര്യയെ കാണാൻ പോവുകയല്ലേ, ഉമ്മാക്ക് ഇഷ്ടമില്ല ഇങ്ങനെ കാണുന്നത്, ഭാര്യക്ക് ഇഷ്ടമില്ല ഇങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞിട്ട് അതാ ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ടാ എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നത്. ആർക്ക് വേണ്ടിയിട്ടാ ഇത്? ആർക്ക് വേണ്ടിയിട്ടാ? അതെ, ഇവിടെ ശരിക്ക് പാന്റ് കയറ്റി ഉടുത്തവനതാ നാട്ടിലേക്ക് പോകുമ്പോൾ അവനതാ പാന്റൊക്കെ ഒന്ന് വലിച്ച് താഴ്ത്തിയിട്ടിട്ടാണ് നടന്നു പോകുന്നത്. എയർപോർട്ടിൽ നിന്ന് ഗൾഫുകാരൻ പെട്ടിയുമായിട്ട് ഇറങ്ങുമ്പോൾ ഈ മുറിയൻ പാന്റുമായിട്ട് കണ്ടാൽ അതൊരു കുറച്ചിലല്ലേ? കുടുംബത്തിന്റെ ഇടക്ക് ഈ മുഖത്തിങ്ങനെ താടിരോമം കണ്ട് കുടുംബങ്ങൾ കണ്ടാൽ അതൊരു മോശമല്ലേ എന്ന് വിചാരിച്ച് അവരുടെ അടുത്തേക്ക് പോകുമ്പോ താടി വടിക്കുന്നവർ, പാന്റ് നെരിയാണിക്ക് താഴെ വലിച്ചഴക്കുന്നവർ, അതേ സ്ത്രീകളതാ ഇവിടെ പർദ്ദയിട്ട പെണ്ണുങ്ങൾ അതേ കുടുംബക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഇറുകിയ ചുരിദാർ ധരിച്ചു കൊണ്ടിറങ്ങുന്നു. അതേ, അവരെ കൊതിപ്പിക്കുന്ന വേഷത്തിൽ പളപളപ്പുള്ള ആഡംബരത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നു. ഓ സഹോദരി, പടച്ച റബ്ബ് നിശ്ചയിച്ചു തന്ന അനുഗ്രഹം വാങ്ങാൻ പോകുമ്പോൾ ആ അനുഗ്രഹത്തിന്റെ ഭാണ്ഡവും കൊണ്ടുപോകുമ്പോൾ അള്ളാനെ ധിക്കരിക്കാൻ എങ്ങനെ സാധിക്കുന്നു? എങ്ങനെയാ സാധിക്കുന്നത്? ഇതൊക്കെ മനുഷ്യരിൽ വരുന്ന മാറ്റം. യാത്രക്കാൻ പോകുമ്പോൾ വരുന്നൊരു മാറ്റം. പിന്നെ മാറ്റം വന്നു. ഇവിടെ റൂമിൽ വളരെ കറക്റ്റാണ്, ജമാഅത്തിന് പോകുന്നു. നാട്ടിൽ പോയാൽ ജമാഅത്തില്ല, പള്ളിയിലേക്ക് പോകുന്നില്ല. അതേ, കൃത്യമായിട്ട് ഇസ്ലാമിന്റെ ഒരു സമ്പ്രദായങ്ങളുമില്ല. മോശപ്പെട്ട സ്വഭാവങ്ങളിലൂടെ സംസ്കാരങ്ങളിലൂടെയാണ് നടന്നു പോകുന്നത്. ഈ ഒരവസ്ഥയിലൂടെ പോയാൽ അതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത. നീ എവിടെയാണെങ്കിലും അല്ലാഹനെ സൂക്ഷിച്ചോളണം. എവിടെയാണെങ്കിലും അല്ലാഹനെ സൂക്ഷിച്ചോളണം. ചില പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഭയങ്കര പർദ്ദയൊക്കെ ആയിരിക്കും, വേണമെങ്കിൽ മുഖവും കൂടി മൂടുന്ന സ്ത്രീകളും ആയിരിക്കും. മുഖം മൂടുന്നത് ഒരു തെറ്റല്ല, ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യാത്തവർ ആക്ഷേപിക്കേണ്ടതില്ല. മൂടുന്നത് നല്ലത് തന്നെയാണ്, മൂടാതിരിക്കുന്നത് ഹറാമല്ല. പക്ഷേ അതൊക്കെ ചെയ്യുന്ന നാട്ടിൽ പോയാൽ ചിലപ്പോ ആ ഒക്കെ മാറ്റിയിട്ടു,
ഒക്കെ മാറ്റിയിട്ടു. അങ്ങനെ വേണ്ട, ഇവിടെ നിന്ന് ചെയ്യുന്നോ അത് അവിടെ നിന്നും വേണം. രണ്ടും നമ്മൾ ഒരേ നീയത്തിൽ. അവിടെ വേറൊരു അള്ളയല്ല, ഇവിടെ വേറൊരു അള്ളയുമല്ല. എല്ലായിടത്തും നമ്മെ കാണുന്നവൻ അള്ളയാണ്. മാറ്റങ്ങൾ വരരുത്. ഇവിടെ പർദ, അവിടെ പോകുമ്പോ സാരി, അവിടെ പോകുമ്പോ ചുരിദാർ, അവിടെ കല്യാണത്തിന് പോകുമ്പോ സാരി ചുരിദാർ, ടൈറ്റ് ഫിറ്റ്, ബോഡി ഫിറ്റ് പർദ, ഈ രൂപത്തിലൊക്കെയുള്ള സംസ്കാരങ്ങൾ. കാരണം എന്താ? അതിപ്പോ ഗൾഫ് നാട്ടിലൊക്കെ ആവുമ്പോ ഒന്നും കുഴപ്പമില്ല. നാട്ടിൽ ചെല്ലുമ്പോ ഇളയമാക്ക് ഇഷ്ടാവില്ല, ഉമ്മാമാക്ക് അത് ഇഷ്ടാവില്ല, അതുപോലെ തന്നെ അളിയാക്കാക്ക് അത് ഇഷ്ടല്ല, അതുപോലെ തന്നെ അമ്മായിക്ക് അത് ഇഷ്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് വേണ്ടി ദീനിന്റേതായ നിയമങ്ങളെ ചാഞ്ഞും ചെരിഞ്ഞും വെച്ചു കൊടുക്കുന്ന പ്രവാസികൾ. അവധിക്കാലത്ത് കാണുന്ന ദുശ്ശീലങ്ങളായത്, അവധിക്കാലത്ത് അവധിക്ക് പോകുന്നവരിൽ കാണുന്ന ദുശ്ശീലങ്ങളായത് വേണ്ട. അതേ, ഇസ്ലാമികമായ സംസ്കാരം വിട്ടുകൊണ്ടെവിടെയും പ്രവർത്തിക്കണ്ട. ഇനി മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രവാസ ജീവിതത്തിന്റെ ഇടക്ക് വീണ് കിട്ടുന്ന അവസരങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് എത്തുമ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ വലിയ സമ്മാനം എന്താ വേണ്ടത്? അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഹദിയകളുടെ കൂട്ടത്തിൽ, അതേ, അവരെ സന്തോഷിപ്പിക്കാൻ നൽകുന്ന ഹദിയകൾ, അതേ, ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ഏത് ഹദിയകളും കൊടുക്കുമ്പോഴും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന സീഡികൾ കൊടുക്കാതിരിക്കാൻ മറക്കരുത്, അത് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ കരുതണം. അധികം ആൾക്കാർ ചെയ്യുന്നുണ്ടോ? ഏറ്റവും വലിയ ഒരു സമ്പാദ്യം, ഏറ്റവും വലിയ ഒരു ഹദിയ അതല്ലേ? മറ്റുള്ളതെല്ലാം നശിച്ചു പോവുകയാണ്. അതേ, ഇതൊന്ന് കേട്ടുകിട്ടി അവരെ മനസ്സൊന്ന് മാറിയാൽ, നാം മുഖേന ഒരാളുടെ കൽബിനെങ്കിലും ഒരു മാറ്റം വന്നു കിട്ടിയാൽ, ദുനിയാവിലുള്ള സർവ്വസമ്പാദ്യത്തെക്കാളും ഏറ്റവും ഖൈർ അതല്ലേ? ആ ബോധത്തോടുകൂടി, അതേ, അവർക്ക് ശരിക്കും അവരുടെ വിശ്വാസരംഗത്തും കർമ്മരംഗത്തും ആചാരരംഗത്തും സ്വഭാവരംഗത്തും പരിവർത്തനത്തിന് കാരണമായി തീരാൻ ഏറ്റവും പ്രചോദനമേകും എന്ന് തോന്നുന്ന വിഷയങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. അത് ഹദിയായിട്ട് നൽകണം. എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാ, എല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതാ. ഇത് ഇസ്ലാഹി സെന്റർ എന്ന് CD ചെലവാകാൻ വേണ്ടി പറയുന്നതല്ല. ഇത് നമ്മുടെ ബാധ്യതയാണ്. ഇത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നമുക്കതാ ഒഴിവ് കിട്ടിയിട്ടവരെ കൊല്ലങ്ങൾ കഴിഞ്ഞ് കാണുകയാണ്. അതേ, കാണുന്ന സന്ദർഭത്തിൽ പലരും എന്താ ചെയ്യാറുള്ളത്? നല്ല ഇസ്ലാമികമായ സ്പിരിറ്റുള്ള ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കുടുംബത്തിലെത്തുമ്പോൾ ബാപ്പാക്ക് വേണ്ടി അഡ്ജസ്റ്റിന് തയ്യാറാകുന്നു, ഉമ്മാക്ക് വേണ്ടി അഡ്ജസ്റ്റിന് തയ്യാറാകുന്നു, ആങ്ങളമാർക്ക് വേണ്ടി അഡ്ജസ്റ്റിന് തയ്യാറാകുന്നു, ഭർത്താക്കന്മാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നു. അല്ലാഹു തആല ചോദിക്കുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും. അതേ, പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ ചോദിച്ചില്ലേ? നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ സന്താനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ഉറ്റ ബന്ധുമിത്രാദികളും, അതേ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന നിങ്ങളുടെ ധനങ്ങളും നഷ്ടം വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ വളരെ കൃത്യതയോടെ കൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ബിസിനസ്സുമൊക്കെയാണ് അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ആ പാതയിൽ അല്പം ത്യാഗം സഹിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഇവരൊക്കെയാണെങ്കിൽ അള്ളയവന്റെ കൽപ്പന അഥവാ ശിക്ഷയും കൊണ്ട് വരുന്നതിനെ പ്രതീക്ഷിച്ചുകൊള്ളൂ. പടച്ച റബ്ബ് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. ഫാസിഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു വഴി കാണിക്കൂല. എന്താ ആയത്ത് അങ്ങനെ അവസാനിപ്പിച്ചതിന്റെ പൊരുളെന്താ? ആദർശത്തെ വാപ്പക്ക് വേണ്ടി മാറ്റിവെക്കുന്നവൻ ഫാസിഖാണ്. ആദർശം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണല്ലോ പറയുന്നത്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും, അഥവാ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം, ആ രണ്ട് കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തുമ്പോൾ പ്രയാസം കുറച്ച് സഹിക്കേണ്ടി വരും. ഇതിനേക്കാളെല്ലാം ഞാനതിനൊന്നും തയ്യാറല്ല. ഖുർആൻ എന്തോ പറഞ്ഞോട്ടെ, ഹദീസിൽ എന്തോ വന്നോ, എനിക്കതൊന്നും ബാധകമല്ല. ഞാനായിട്ട് 2 മാസം എന്റെ കുട്ടികളെ കാണാൻ വന്നതാണ്, എന്റെ ഭാര്യയെ കാണാൻ വന്നതാണ്, എന്റെ കുടുംബത്തോടൊപ്പം എത്രയോ കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ എത്തിയിട്ട് ഇപ്പോൾ ഞാൻ അവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടാൽ എന്റെ സമാധാനം നശിക്കും. അതുകൊണ്ട് ചെയ്യുന്നതിലൊപ്പം ഞാനും കൂടി കൊടുക്കുകയല്ലാതെ ഈ ഒരു 2 മാസം ഞാൻ എന്തിന് പൊല്ലാപ്പിന് പോകണം എന്ന് വിചാരിച്ചിട്ട് കുടുംബത്തിൽ കാണുന്ന സർവ്വ തോന്നിവാസത്തിന്റെയും പിന്നാലെ കൂടിക്കൊടുക്കുന്ന
ലോകവാസികളെ, അല്ല പറയുന്നത് പടച്ച റബ്ബിന്റെ ആദർശത്തെക്കാൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദർശത്തെക്കാൾ നിങ്ങൾക്ക് ഉമ്മയും ഉപ്പയും അതേ കൂട്ടുകുടുംബാദികളും ഒക്കെയാണ് വലുതെങ്കിൽ നിങ്ങൾ മുഅ്മിനിന്റെ ഗണത്തിലല്ല, ഫാസിഖീൻ തെമ്മാടികളുടെ ഗണത്തിലാണ്, ഫാസിഖീങ്ങളുടെ ഗണത്തിലാണ് അല്ല പറയുന്നതാ. അല്ല പറയാണ്, അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും വില കൽപ്പിക്കുന്നവൻ ഫാസിഖാണ്. ഇതിൽ നമ്മൾ പെട്ടുപോകരുത്. അതേ നാട്ടിലെത്തുമ്പോൾ ചില ചടങ്ങുകൾ ഉണ്ടാകും, ഹറാമായ കാര്യങ്ങൾ ഉണ്ടാകും, കല്യാണങ്ങൾ ഉണ്ടാകും. ക്ഷണിക്കപ്പെടുന്ന കല്യാണങ്ങൾക്ക് പോയി നോക്കിയാൽ അവിടെ ഗാനമേളയുണ്ടാകും, ഡാൻസ് ഉണ്ടാകും, സ്ത്രീധനം വാങ്ങുന്ന കല്യാണമായിരിക്കും. അതേ അനിസ്ലാമികമായ നിലക്ക് പെണ്ണിനെ പുറത്തിറക്കിയിട്ട് അത് മുഴുവൻ വീഡിയോയിൽ ഒപ്പിയെടുത്ത് തോന്നിവാസികൾക്ക് കാണാൻ രസിച്ചു കൊടുക്കുന്ന മോശപ്പെട്ട പലരൂപത്തിലുള്ള കാര്യങ്ങളുമുള്ള വേദികളായിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളും പോയി കൂടിക്കൊടുക്കും. അരുത്, അരുത്, കൂടിക്കൊടുക്കാൻ പാടില്ല. മുസ്ലിമിനൊരു വ്യക്തിത്വമുണ്ട്. അവൻ എവിടെയാണെങ്കിലും അവന്റെ വ്യക്തിത്വം അവൻ കാത്തു സൂക്ഷിക്കണം. ഹറാമിന് കൂട്ടുനിൽക്കാൻ പാടില്ല. അതേ കൈകൊണ്ട് തടയേണ്ടിടത്ത് അതിന് ചെയ്യണം, കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം. അതിന് കഴിയില്ലെങ്കിൽ നാവുകൊണ്ട് പറഞ്ഞെതിർക്കണം. അതിനും കഴിയാത്ത സന്ദർഭവും സാഹചര്യവുമാണെങ്കിൽ അതേ ഹൃദയം കൊണ്ട് വെറുത്തുകൊണ്ട് പിന്മാറുകയെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ വലൈസ വറാ ദാലിക ഹബ്ബത്തു ഖർദലിൻ മിൻ ഈമാൻ, അത്തരക്കാരുടെ കൽബിൽ ഒരു കടുകുമണി തൂക്കം പോലും ഈമാൻ ബാക്കിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ വിചാരിക്കും ഞാൻ ഇപ്പൊ 2 മാസത്തിന് വന്നതല്ലേ, അല്ലെങ്കിൽ 1 മാസത്തിന് വന്നതല്ലേ. ഇപ്പൊ കുട്ടികളിൽ അങ്ങനെ ഒരു പ്രശ്നം കാണും, ഒന്നും മിണ്ടണ്ട, ഭാര്യയുടെ ഇഷ്ടം പോലെ നിൽക്കാ, ഭർത്താവിന്റെ ഇഷ്ടം പോലെ നിൽക്കാ, ഉപ്പാന്റെയും വീട്ടുകാരുടെയും മക്കളുടെയും ഇഷ്ടം പോലെ നിൽക്കാ. ഇപ്പൊ ഞാനിതിൽ ഇടങ്കോലിട്ടാൽ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കും. ആകെ നാട്ടിലൊന്ന് കിട്ടിയ അവസരമാണ്. ഇപ്പോൾ ഇവരുമായി തർക്കത്തിന് നിന്നാൽ എന്റെ സമാധാനം നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് കുടുംബത്തിൽ നടക്കുന്ന സർവ്വതോ നിവാസത്തിന്റെയും അടിയിൽ ഒപ്പിട്ട് കൊടുക്കുന്ന, അതിന്റെ കൂടെ കൂടി കൊടുക്കുന്ന സ്വഭാവം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകാൻ പാടില്ല. ഏത് സന്ദർഭം കിട്ടിയാലും ഉപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറയാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. നിങ്ങൾ നോക്കൂ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ അടക്കപ്പെട്ട സന്ദർഭത്തിൽ പോലും തന്റെ ബാധ്യത ജയിലിൽ വെച്ച് പോലും നിർവഹിച്ച മഹാനാണ്. അതേ ജയിലിൽ സഹതടവുകാരായിട്ടുണ്ടായിരുന്ന ആളുകൾക്ക് യൂസുഫ് നബിയിൽ നിന്ന് എന്തോ ചില കാര്യങ്ങൾ അറിയാനുള്ള സന്ദർഭം വന്നു കിട്ടി. യൂസുഫ് നബിയോട് അവർ ചില കാര്യങ്ങൾ ചോദിക്കാൻ വന്നതാണ്. അതേ യൂസുഫ് നബി അലൈഹിസ്സലാം തന്നെ കൊണ്ട് ഇവർക്കൊരു കാര്യം ഇപ്പോൾ കിട്ടാനുള്ളത് കൊണ്ട് അവരുടെ കാര്യം പറയാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന് യൂസുഫ് നബിക്കറിയാം. അവർക്ക് തന്നെ കൊണ്ടൊരു സഹായം വേണം. ആ സഹായം തേടിയിട്ട ജയിലറയിൽ ഈ 2 ആളുകൾ ജയിലിൽ തന്നെയുള്ള കൂട്ടുകാർ യൂസുഫ് നബിയെ സമീപിച്ചിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ യൂസുഫ് നബിക്ക് എന്ത് ചെയ്താൽ മതി? അവര് ചോദിച്ച സഹായം അങ്ങ് പെട്ടെന്ന് ചെയ്തു കൊടുത്താൽ മതി. പക്ഷേ മഹാനവറുകൾ എന്താ ചെയ്തത്? ആ സഹായം ചെയ്തു കൊടുക്കുന്നതിന്റെ മുമ്പേ, ആ മറുപടി കൊടുക്കുന്നതിന്റെ മുമ്പേ ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മഹാനവറുകൾ ചോദിച്ചു അവരോട്, അർബാബും മുതഫർരിഖൂൻ ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അർബാബുൻ മുതഫർരിഖൂന, വ്യത്യസ്തരായ റബ്ബുകളാണോ ഖൈറുൻ നല്ലത്, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അതോ എല്ലാം അടക്കി ഭരിക്കുന്ന ഏകനായ അല്ലാഹുവാണോ നല്ലത്? അതേ അള്ളയല്ലാത്ത മറ്റു പലരെയും ആരാധിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന, പൂജിച്ചിരുന്ന സഹതടവുകാരോട് യൂസുഫ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മുമ്പിൽ അവരെ കിട്ടിയ ഒരു ചാൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. ഓ സഹതടവുകാരെ, നിങ്ങൾ പടച്ച റബ്ബുരാനല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പൂജിക്കുന്നു. അത് പാടില്ലാത്ത സംഗതിയാണ്. ഏകനായ അള്ളയാണ് പ്രാർത്ഥിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും അർഹനായ ഒരേ ഒരു ശക്തി. ആ ഒരു സത്യം, ആ ഒരു മഹത്തായ കാര്യം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പറയാം. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? നമുക്കൊക്കെ ഓരോ സന്ദർഭങ്ങൾ കുടുംബത്തിൽ കിട്ടും. നമ്മെ ആവശ്യം വരുന്ന ചില ഘട്ടങ്ങൾ അവർക്കുണ്ടാകും. ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം. അത് നിറവേറ്റി കൊടുക്കുന്നത് വരെ അവര് നമ്മുടെ കൂടെ ഉണ്ടാവുന്നു ഉറപ്പാ.
അത് നിറവേറ്റിക്കൊടുക്കുന്ന ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കൊന്നും നേടാനില്ല, ഒരു സത്യം അവരെ കേൾപ്പിക്കാൻ. അപ്പൊ അവർ ആ സത്യം കേൾക്കാൻ തയ്യാറാകും. കാരണം അവർക്ക് ഇത് കേട്ട് നിൽക്കല്ലാതെ നിവൃത്തിയില്ല, അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഈ കാര്യം നേടാൻ. അപ്പൊ ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് സത്യത്തിന്റെ സന്ദേശം അവരുടെ കാതുകളിൽ എത്തിക്കുകയാണ്. അതേ കുടുംബങ്ങളിൽ എത്തിക്കേണ്ട സന്ദർഭമാണ്, കുടുംബ ബന്ധങ്ങൾ നിലനിർത്തേണ്ട സന്ദർഭമാണ്. പ്രവാസ ലോകത്ത് നിന്ന് വന്ന് തിരിച്ചു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കും കുടുംബത്തിനുമൊക്കെ നമ്മുടെ ഒന്നും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത നമുക്കില്ലെങ്കിലും നാട്ടുകാർക്കിടയിൽ പ്രചാരം സിദ്ധിച്ച ഒരു ബോധമുണ്ട് നമ്മെക്കുറിച്ച്. അതേ, ഗൾഫുകാരൻ അഹങ്കാരിയാണ്. ഗൾഫുകാർക്ക് കുറച്ച് അഹങ്കാരാണ്. ഓ കണ്ട, എന്താ ഒരു പവർ, എന്താ അവന്റെ ആ കണ്ണോടുകൂടെ അവര് നമ്മെ കാണുന്നത്. പക്ഷേ നമ്മൾ തിരിച്ചെത്തുമ്പോ അവരത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ വിനീതരാവണം. അവനിപ്പോ നമ്മളെയൊന്നും കണ്ണിൽ പിടിക്കൂല എന്ന് പറയുന്ന കൗമാണ്. കേൾപ്പിച്ചു പറഞ്ഞില്ലെങ്കിലും കേൾക്കാതെ അഭിപ്രായം പറയും കുടുംബത്തിൽ. നമുക്ക് പോകാനൊഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം, എന്നാലും പോകാതിരിക്കരുത്. കുടുംബങ്ങളെ കാണാൻ പോകണം. അവരെ മറന്നിട്ടില്ലെന്നവരെ ധരിപ്പിക്കണം. അവർക്ക് കൊച്ചു കൊച്ചു സഹായങ്ങൾ, ഹദിയകൾ കൊടുക്കണം. കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. കാരണം എന്താ? സിലത്തുർ റഹ്മ്. കുടുംബ ബന്ധങ്ങൾക്ക് നമുക്ക് ഇവിടെ അവസരങ്ങളില്ല, പലപ്പോഴും നാട്ടിൽ ഒട്ടേറെ അവസരങ്ങളാണ്. അപ്പൊ കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ഏറെ വീണ് കിട്ടുന്ന സുലഭമായ അവസരങ്ങളാണ് നമ്മുടെ ഈ അവധിക്കാലം. ആ അവധിക്കാലത്ത് അതിനുകൂടി നമ്മൾ സമയം കണ്ടെത്തണം. ഞാൻ യാത്ര പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സവ്വദകല്ലാഹു തഖ്വാ, അല്ലാഹ് നിനക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരട്ടെ, അല്ലാഹ് നിനക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരട്ടെ. ആ സഹോദരൻ പിന്നെയും പറഞ്ഞു, നബിയെ ഇനിയും ദുആ ചെയ്താലും. അപ്പൊ നബി തങ്ങൾ വീണ്ടും പറഞ്ഞു, വഗഫറ ദംബക, നിന്റെ പാപങ്ങൾ അല്ലാഹ് പൊറുത്തു തരട്ടെ. വീണ്ടും ആ സഹോദരൻ പറയുന്നു, നബിയെ ഇനിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ മൂന്നാമതും പറയുന്നു, വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുന്ത, നീ എവിടെ പോയി ജീവിക്കുകയാണെങ്കിലും, നീ എവിടെയാണെങ്കിലും അല്ലാഹ് നിനക്ക് ഖൈറ് എളുപ്പമാക്കി തരട്ടെ. നമ്മോട് പലരും യാത്ര ചോദിക്കാൻ വരാറില്ലേ? അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതിമ അമലിക. അതേപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് അസ്തൗദിഉകുമുല്ലാഹ് അല്ലദീ ലാ തളിയു വദായഹു എന്നും പറയുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് ആ വ്യക്തിക്ക് വേണ്ടി പിന്നെയും പറയേണ്ടതുണ്ട്, സവ്വദകല്ലാഹു തഖ്വാ വഗഫറ ദംബക വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുന്ത. അതൊക്കെ സഹോദരന്മാരെ അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട് പറയേണ്ടതാണ്. അങ്ങനെ യാത്ര പോകുന്നവനും യാത്ര അയക്കപ്പെടുന്നവരും അതേ യാത്രാ ജീവിതത്തിൽ അവരുടേതായ എല്ലാ കാര്യങ്ങളിലും ഈ തുടക്കത്തിലും ഒടുക്കത്തിലും പറഞ്ഞ ദിക്റുകളോട് കൂറുപുലർത്തിക്കൊണ്ടുള്ള ജീവിതമാണ് ജീവിച്ച് തീർക്കേണ്ടത്. അതിന് വിരുദ്ധമായി അടിപൊളി എന്ന നിലക്കുള്ള ഒരു ജീവിതത്തിലേക്ക് നീങ്ങിയാൽ അത് പരലോകത്ത് നമുക്ക് നഷ്ടമായി ഭവിക്കുന്നതാണ്. അതുകൊണ്ട് ആ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. യാത്രയുടെ എല്ലാ സന്ദർഭങ്ങളിലും, യാത്ര അവസാനിച്ചാലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാകണം. എപ്പോഴും എനിക്ക് എന്നോടും നിങ്ങളോടും ഉണർത്താനുള്ളത്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണം. രഹസ്യ പരസ്യ ജീവിതങ്ങളിൽ അള്ളാഹു നമുക്ക് തഖ്വയുള്ള ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണയാകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.